ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. നല്ലൊരു പുലാവും ചിക്കൻ കറിയും അപ്പത്തിൻ്റെയൊക്കെ റെസിപ്പിയുണ്ട്. അപ്പോൾ ചിലർ വീഡിയോയിൽ പറഞ്ഞ് പാചകമായി ഇഷ്ടം പാചകത്തിനേക്കാളെന്നൊക്കെ. ഇവിടെ പ്രൈസമോനിരുന്ന് കഴിക്കും. ഇന്നിപ്പോൾ ഒത്തിരി ലേറ്റായി ഞാൻ എഡിറ്റിങ്. ഇപ്പം ഇവന് മടിയനായിട്ട് വന്നേക്കുവാ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ വീഡിയോ വയ്ക്കരുത്, ഇങ്ങോട്ട് വന്നേ മോനെ. ക്ലാരിറ്റി എങ്ങനെയുണ്ട്? ക്ലാരിറ്റി ടിക്ടാക്ക് അതെന്താ? അപ്പോൾ ഉണ്ടല്ലോ ഇവൻ്റെ വന്ന ഉടനെ അതിന് മുമ്പിട്ട് ഞാൻ വേണമെങ്കിൽ എഡിറ്റിങ് ചെയ്ത് വെക്കണം. ബുക്കൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ചോദിക്കും ഇവരോട്, എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കടാ ഇൻകംപ്ലീറ്റ് ആണോടാ, എല്ലാം എഴുതിയോടാ? ആ എഴുതിയെന്ന് പറയും. ഇന്നലെ ഞാൻ എഡിറ്റിംഗ് ചെയ്യാൻ ഒരു 7 മണിക്ക് ഇരുന്നപ്പോൾ അവൻ്റെ ബുക്ക് നോക്കിയിട്ട് എന്നോട് അത് വന്നപ്പോഴേ പറഞ്ഞു, മമ്മി EVSൻ്റെ ഹോംവർക്ക് ഉണ്ട്, ഇന്ന് എഴുതിയില്ലെങ്കിൽ 10 ടൈംസ് എഴുതണം. അപ്പം ഞാൻ ചോദിച്ചു EVSൻ്റെ എന്തുവാടാ? ചിരിക്കല്ലേ നീ? എന്തുവാടാ അതും നോക്കി ഇങ്ങനൊക്കെ നടന്നിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ചോദിച്ചു EVSൻ്റെ ഹോംവർക്ക് എന്തോ. ഇവൻ്റെ ഇത് നോക്കിക്കോണേ 5 ടൈംസൊക്കെ എഴുതിപ്പിച്ചതാ, എന്നിട്ടും അവരെഴുതിയില്ല. നല്ല അടി കൊടുക്കണം. ഇന്നലെ ഞാനൊരു അടി കൊടുത്ത്. അതുകൊണ്ട് ഇവൻ്റെ പുറകെ ഇരിക്കണം എല്ലാത്തിനും കുറച്ച്. അതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് ഇന്നും ഒത്തിരി ലേറ്റായി. പ്രെയറൊക്കെ ഉണ്ടായിരുന്നു, ഓൺലൈൻ മീറ്റിങ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റിംഗ് തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പിട്ട് എന്തുടാ അടി കിട്ടല്ലേ പ്രൈസൻ? അതിന് മുമ്പിട്ടെല്ലാം ഇവൻ്റെ ഇപ്പം ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന്, ഇനി മന്ത്ലി ടെസ്റ്റ് വരുന്നുണ്ട്, കുറച്ച് ചോദിച്ച് അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ടൈം ടേബിളൊക്കെ എടുപ്പിച്ച് ഇനി നാളെ അംബ്രല്ലയുടെ ആക്ടിവിറ്റി ഉണ്ട്. അതാ ഒരു മെനക്കേട് പരിപാടി. അപ്പം ഇപ്പോൾ ഒരു 9:30 ആവുന്നു. അപ്പച്ചനും പ്രൈസമോനും കഴിക്കാൻ കൊടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പരിപാടി, ഞാൻ ഇന്ന് എഡിറ്റിംഗ് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ. ഇവിടെ ഇനി എല്ലാവരും കൂടെ വന്നാൽ പിന്നെ എൻ്റെ എഡിറ്റിംഗ് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. വാ വെക്കാതെ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് നേരം അവർ മിണ്ടാതിരിക്കും. എത്ര നേരം ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരിക്കും അവർ. പിന്നെ അവിടെ എന്തെങ്കിലും പറഞ്ഞ് ടോപ്പ് എന്നൊരു സൗണ്ട് വരും. പിന്നെ ഞാനത് വീണ്ടും ഡിലേറ്റ് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെന്തുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നൊരു കൊച്ചു വീഡിയോയാ. ഇന്നലത്തെയൊക്കെ കറിയൊക്കെ കുറച്ചുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഇന്ന് അധികം ജോലിയില്ലായിരുന്നു. ഇത് നേരത്തെ ഈ ദിവസത്തെ അല്ല കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ. ഇങ്ങനെയൊക്കെ പിന്നെ കണ്ടില്ലേ നിങ്ങളൊക്കെ ന്യൂസിൽ പോയി ഡ്രസ്സ് മാറി. എന്തോടാ വാടാ ഇങ്ങോട്ട്. കണ്ടോന്ന് പോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നതാ. ഇവിടെ എന്തുവാടാ പോള ഈ മുടി? പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വാ, വല്ലതും തരാൻ കഴിക്കാം. നിന്റെ ഡയറ്റിങ് പോയോ? അവന് വൈകിട്ട് ഞാൻ ചായയുടെ കൂടെ ഒരു ബിസ്ക്കറ്റ് കൊടുത്ത്. അപ്പം പറഞ്ഞു വേണ്ട, എനിക്ക് ഡയറ്റിങ്ങാണ്, ഞാൻ കഴിക്കുന്നില്ലെന്ന്. ഇപ്പം ആ ബിസ്ക്കറ്റ് ഞാൻ കൊണ്ട് അതുപോലെ ഇവിടെ വെച്ചിരുന്നു. ഇപ്പം അത് കണ്ടോണ്ട് അവൻ അതിലെടുത്തോണ്ടെങ്കിൽ പോയി. ഞാൻ ചോദിച്ചേ ഡയറ്റിങ് കഴിഞ്ഞോന്ന്. പൈസ അതോടെ വെക്ക്, അടിക്കും ഞാൻ നിന്നെ. വെക്കവിടെ. നീ പോയി ടൈം ടേബിൾ എടുക്ക്, ശ്രദ്ധയോടുകൂടി പോയി എടുക്കുക, അല്ലെങ്കിൽ എന്തോരം വന്നാൽ റിമാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞേക്കാം, പോയി എടുക്ക്. പൂനായിലല്ലേ നടന്ന പൂനെയിലാ വെള്ളച്ചാട്ടത്തിൽ മനുഷ്യർ ഫാമിലി മരിച്ചതേ കുറേ പേര്. ഞാൻ ചിന്തിക്കുന്നത് ആ സമയത്ത് എന്തിനവർ ഇറങ്ങിപ്പോയ. വേണമെങ്കിൽ എൻ്റെ ഒരു ഇതിൽ കണ്ടിട്ട് തോന്നിയത് രക്ഷിക്കാമായിരുന്നു. ഒരു വടമോ വല്ലോ ഇട്ട് കൊടുത്തിട്ട് പലര് ചേർന്ന് പിടിച്ചിട്ട് അവരിങ്ങനൊരു കല്ലേ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നെന്നല്ലേ പറയുന്നത്. ഇങ്ങനെ കൈപിടിച്ച് വരാമായിരുന്നു. എന്തോ വരാനുള്ളത് വരുന്നു. എന്തോ കഷ്ടം ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യനങ്ങ് വിഷമം വരും.
ഉല്ലാസയാത്രയ്ക്ക് വന്നതാ, ഇങ്ങനായിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. എനിക്കൊരു മങ്ങൽ പോലെ തോന്നുന്നു. നീ എൻ്റെ കണ്ണിൻ്റെ വേണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആ കാണിച്ച് എന്തുവന്നോ ആ കിളികളുടെ ശബ്ദം, ഞാൻ ആ കിളികൾ ചിലയ്ക്കുന്ന കേട്ടോണ്ട് പോയി വീഡിയോ എടുത്തതാ. എന്നാലും പറഞ്ഞില്ലേ, മഴ പെയ്ത് ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് 4th ഫ്ലോറിൻ്റെ ഞങ്ങളുടെ ഈ പാരപ്പറ്റിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ കിടക്കുക. അപ്പം മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ദോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഇലക്ട്രീഷ്യൻ ഇവിടെ വന്നെ പറയുന്നത് അതിൻ്റെ അകത്തൂടെ എലി വരുമെന്ന്. അതുകൊണ്ട് എനിക്കൊരു പേടി. ജനൽ ഞാൻ അടച്ചിട്ടേക്കുക, അതേ കൂടെ ഇങ്ങനെ കയറി എലി വന്നാൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കിറുങ്ങണത്തിയ മൈനയും കൂടെ തെറ്റിപ്പോവും. കിറുങ്ങണത്തിയാണോ മൈനയാണോ ഒരെണ്ണം വന്ന് മഴയത്ത് വന്നിരുന്ന് ഇങ്ങനെ ചിറകൊക്കെ ഒതുക്കി കൊത്തി പറക്കുക. വേറെ കിളികളും അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിരിക്കും. അതുകൊണ്ട് അന്നേരം ഞാൻ പോയിന്ന് വീഡിയോ എടുത്തതാന്ന് കേൾക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു, റീജൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാണ്. ആ പയറെല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞ് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പൊളിക്കാനും ഉണ്ടായിരുന്നു. ഒരു സൈസ് പച്ച പയർ, ഇല്ല ഓടിയം പയറല്ല, അല്ലാത്തൊരു സൈസ് പയർ, പച്ച പോലുള്ള നല്ല ഡാർക്ക് പച്ച. അപ്പോൾ അത് ഇച്ചിരി കുറച്ച് പൊളിക്കാനും ഉണ്ടായിരുന്നു, കുറച്ച് അരിയാനും ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടുതലും ഉണ്ടായിരുന്നു. കാരണം ഒരു 4 പിടി അറിയിച്ചാൽ കൊണ്ടുവന്നേ. അപ്പം 2 ആക്കാനില്ല, 1 ആക്കിയാൽ കൂടുതലുണ്ട്. അപ്പോൾ നാളത്തേക്കും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനതങ്ങ് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ അടപ്പത്ത് വെച്ച് തോരനൊക്കെ റെഡിയായി. അന്നേരം ഇന്നലത്തെ അപ്പത്തിൻ്റെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിപ്പം വിശക്കുന്നെന്ന് പറഞ്ഞെണ്ണേ, ഇപ്പോൾ വിശക്കെന്ന് പറഞ്ഞാൽ ഞാനത് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക്, ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കിനും അവർക്ക് ചിക്കൻ കറി ഉണ്ട്. ഞാൻ പറയില്ലേ, ചിക്കൻ കറി എനിക്ക് അത്ര താല്പര്യമില്ല, ഞാൻ കഴിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസമേ കഴിക്കത്തുള്ളൂ. പിറ്റേന്ന് ഇവർക്ക് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ആ ചോറും ഉച്ചയ്ക്ക് ഇച്ചിരി കുറേശ്ശെ കൊച്ചിനും പോൾമോനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ഇതെന്നോ, എനിക്കൊരു അന്നത്തെ മാങ്ങയുടെ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നല്ല, അതിൽ നിന്ന് കുറച്ച് മാങ്ങയും തേങ്ങയൊക്കെ ഇട്ട് ഇത്തിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ച്. ചമ്മന്തി ഇവിടെ ഈ കൊച്ചുങ്ങൾക്ക് റൈസന് ഇഷ്ടമല്ല, പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി ഇത്തിരി അരയ്ക്കുക, അന്നേരം ഇച്ചിരി കൂടെ കൂടുതൽ അരച്ചു വേണ്ടിയവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാനൊരു മുട്ടയും പൊരിച്ച് ചമ്മന്തിയും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ചിക്കനൊക്കെ ഉണ്ടായിരുന്നെന്ന്. അവർക്ക് 2-3 ദിവസം ചിക്കൻ നല്ല ഇതായിരുന്നു ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയായി. ഇനിയും കാണിക്കുന്ന വീഡിയോ നാളെ ഞാൻ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതായതുകൊണ്ട് ഞാൻ അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്തതാണ്. ഫാനിൻ്റെ ഇതുകൊണ്ട് ഒരിത്തിരി സൗണ്ട് കാണും. അപ്പോൾ ഇന്നലെ റൈസും പോൾമോന് പോയി കുറച്ച് ഡ്രസ്സ് എന്ന് വെച്ചാൽ വീട്ടിൽ ഇടാൻ 3/4 വേണമായിരുന്നു. ഈ ട്രാക്ക് ബർമൂഡ പോലുള്ള ടീഷർട്ട് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്രാൻഡഡ് ഇതോ ഇളക്കട്ടോ, ഓപ്പൺ ചെയ്യട്ടോ. അവൻ തന്നെ ഇന്നലെ എല്ലാം ശരിക്കും മടക്കി വെച്ചതാണ്. ഒരെണ്ണായിരിക്കാം. അവനെല്ലാം ബ്ലാക്കാണ്, എല്ലാം ബ്ലാക്ക്. ഒന്ന് ഇതും ബ്ലാക്ക്, ഇതും ബ്ലാക്കാ. അത് ഗ്രീൻ ഒന്നുമല്ല, ഒരു പിന്നെ ഷർട്ട് എടുത്തു. ഇതൊന്ന് ഷർട്ട് റയിച്ചാനൂടാ. ഇതൊന്ന് അവ രണ്ടൂടാ പോയത്, ഞാൻ പോയില്ല. പിന്നെ ട്രാക്ക് പാൻറ് വേണമായിരുന്നു, അതും കറുത്തു. അത് 2 എണ്ണം. പിന്നെ ഇതാ ഈ ബെർമു, ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് സെയിം അളവാ, നല്ല ഇതാ, പക്ഷെ ഇത്തിരി ഇവിടെ നീളം ഉണ്ടായിരുന്നു. ഇതിന് ഇത്ര നീളമില്ല.
ഇവർക്കൊക്കെ ഈ വണ്ണം ഉള്ളത് കൊണ്ട് ഇത്തിരി ബ്രാൻഡഡ് എടുക്കണം നിലനിൽക്കണമെങ്കിൽ. അതും 2 എണ്ണം, എല്ലാം കറുപ്പ് പോവാണ്. ഇത് ഇത്തിരി ഒരു ബ്ലൂ പോലെ ഉണ്ട്. ആ അതിനുള്ളതും ഇതായിരുന്നു. എല്ലാം കൂടെ അത്ര പൊട്ടിയിടാം, 16,000 പൊട്ടിയായിരുന്നു ഇല്ലേ? എത്ര? 6,000. ആ അത്രയും വാങ്ങിച്ചു. അപ്പം പ്രൈസമ്മോൻ കംപ്ലൈൻറ്റ് പറഞ്ഞു അവന് വാങ്ങിച്ചില്ലെന്ന്. അവന് നേരത്തെ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു അവനൊരു ചപ്പൽ വേണം, ചപ്പൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തോ തറ വീണേ? ചത്തിരി. അത് അതിന് മൂടില്ലാത്തോണ്ടായിരിക്കും. മൂടില്ലാത്തോണ്ടായിരിക്കും വീണേന്ന് പറഞ്ഞില്ലേ? എന്തോന്ന് സംഭവം. ഇപ്പൊ പോൾമോന് വാങ്ങിച്ചതാ. ഇപ്പൊ കോളേജിൽ വന്നേരം 350 രൂപ. അപ്പൊ ഇതിന് വേണ്ട ഇത് ഉള്ളയായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പ്രേയറിന് രാത്രി പ്രാർത്ഥിച്ചോണ്ട് രാത്രി ഇരുന്നേ, അവൻ അവിടുന്ന് പപ്പ ഇപ്പുറത്തിരിക്കുകയാണ്. പപ്പ അതാ ഞാൻ പറയുന്നത്, ഈ പിള്ളേർക്കൊക്കെ ഒരു സൂക്ഷ്മതയില്ല. നമ്മൾ ജീവിച്ച കാലം പണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ ഓമനാൻറ്റി പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു കുടയ്ക്കകത്ത് 3-4 പേരൊക്കെ കയറിയല്ലേ വന്നത്. സ്വന്തമായിട്ട് കുടകൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനുണ്ടല്ലോ പപ്പ ഇത് പിടിച്ചോ പപ്പ, അത് റീച്ചൻ പറഞ്ഞാൽ അവിടെ വെക്ക് പിന്നെ എടുക്കാമെന്ന്. ഇന്ന് പപ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് എറിഞ്ഞതുമല്ല, തറയിൽ വീണപ്പോൾ ആ മൂടങ്ങ് പൊട്ടി. അപ്പം ഇതും ഇതായി. അപ്പം ഇനി കുടക്കാരൻ്റെ കൊടുത്തിട്ട് ഇതെടുത്ത് ഇപ്പോൾ ഇവിടെ ഇവന്മാർ റൈസൻ എപ്പോഴും ഊത്തടിയാണ്. ഇപ്പം ഞാൻ വെച്ചേക്കുവാ കുടക്കാരൻ്റെ. പക്ഷേ എന്തോ ഫെവിക്കോളോ എന്താ കണ്ട് ഇവിടെ ഒട്ടിച്ച് ചാർത്ത് വെള്ളം വീഴത്തില്ലെന്ന് തോന്നുന്നു. പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവരെന്താ റീച്ചാനാണെങ്കിൽ കൂടുതലൊന്നും ഈ പിള്ളേരെ ഒന്നും പറയത്തില്ല. പിള്ളേരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊക്കെ കളഞ്ഞിട്ട് പോയാൽ ഞാൻ പിന്നെയും കടന്ന് അലയ്ക്കും. സൂക്ഷ്മതയില്ലടാ നിനക്കൊക്കെ, കളഞ്ഞിട്ട് വരുന്ന ഉടനെ അടുത്തത് വാങ്ങിച്ചു തരും. അതാ നിങ്ങൾക്കൊക്കെ ഒരു ഇതില്ലാത്തതെന്ന് പറയും. റെസ്പോൺസിബിലിറ്റി ഇല്ല പിള്ളേർക്ക്. അവർ ബുദ്ധിമുട്ടറിഞ്ഞല്ല ജീവിക്കുന്നത്. അതാ പലപ്പോഴും ഞാൻ പറയുന്നുണ്ടേ റീച്ചാന്ന് പറയും. കണ്ട ഇങ്ങനെ ഇരിക്കേണ്ട കുടയായിരുന്നു. ഞാനന്ന് കുറേ കിടന്ന് അടിച്ചതൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു കുട പോലും ഇല്ലാതെ ജീവിച്ചതെന്നും പറഞ്ഞു. ആ അപ്പനമ്മമാരും ആഗ്രഹിക്കുന്നത് അവർ ജീവിച്ചതുപോലല്ല അവരുടെ മക്കൾ അതിനേക്കാൾ നല്ലതായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് അതിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. ഇച്ചിരിയൊക്കെ ഒരു അവരുടെ സാധനങ്ങളോടോ ഒക്കെ ഒന്ന് അവർക്കൊരു ഇത് നീതി പുലർത്തി ജീവിക്കണം. കാരണം അയ്യോ എൻ്റെ പപ്പ കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മമ്മി കഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ നല്ലതാണ്. നമ്മുടെ ആഗ്രഹം അതാ. അവർ മനസ്സിലാക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഓരോന്നും നശിപ്പിച്ചുകൊണ്ട് വന്നാൽ നമ്മളെന്തോ ചെയ്യും? കൊച്ചാന്നേലും അതുപോലെ. കൊച്ചിന് പക്ഷേ ഉണ്ടായിരുന്നൊരു ഉത്തരവാദിത്തം എന്തെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് വന്നാൽ അയ്യോ അതൊന്നും തരുമായിരുന്നു. ഇപ്പം അതും അതുപോലെ തന്നെ. ഞാൻ പൊണ്ണോട് കണ്ടാ നിൻ്റേത് കണ്ടാൽ അവൻ പഠിക്കുന്നതെന്ന്. ആ വലുതാകുമ്പോൾ എല്ലാം മാറുമായിരിക്കും. ഇനി എന്തോ വലുതാവാനാ. നിങ്ങളൊക്കെ എങ്ങനെ വഴക്ക് പറയാമോ? എന്തോലും കൊണ്ട് നശിപ്പിച്ചാലൊക്കെ ഇത്തിരിയൊക്കെ വഴക്ക് പറയണം. ചിലപ്പോൾ നിങ്ങൾ അയ്യോ ഈ ബിജി ചേച്ചി കൊള്ളാമല്ലോ എന്ന്. എന്തോ ചെയ്യാനാ, നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ ജീവിച്ചത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നശിപ്പിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം അറിയാം. നമ്മൾ ഇല്ലായ്മയിൽ നിന്നും വളർന്നതല്ലേ. അതാ അവർ ഇവരുമായിട്ടുള്ള വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞൊരു വീഡിയോ ഈ വീഡിയോ അന്നത്തെ വീഡിയോ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തെ ആ ഡ്രസ്സൊക്കെ കാണിച്ച് അത് ഞാൻ പിറ്റേ ദിവസത്തേക്കിന് എടുത്തതായിരുന്നു. അതിൽ നിന്ന് എടുത്ത് അതിങ്ങോട്ട് ഇട്ടതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും കാണണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.